പുത്തഞ്ചിറ പഞ്ചായത്തിലെ പ്രശാന്ത് നഗർ വില്ലേജ് റോഡ് കഴിഞ്ഞ 10 വർഷമായി തകർന്നു കിടക്കുകയാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. കയ്പമംഗലം കാക്കാതുരുത്തി അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് 4 മാസം. 12ഓളം കുട്ടികളുള്ള അംഗൻവാടിയിലാണ് ഈ ദുരവസ്ഥ. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചെരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുത്തഞ്ചിറ പഞ്ചായത്തിലെ പ്രശാന്ത് നഗർ വില്ലേജ് റോഡ് കഴിഞ്ഞ 10 വർഷമായി തകർന്നു കിടക്കുകയാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. 10ഓളം കുടുംബങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. പുത്തഞ്ചിറയിലെ പ്രശാന്തി നഗർ വില്ലേജ് റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. 10ഓളം കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിച്ച് കഴിയുന്നത്. കുഴിയും വെള്ളക്കെട്ടും മൂലം റോഡിലൂടെയുള്ള സഞ്ചാരം ദുഷ്കരമാണ്. റോഡിന്റെ ഈ ദുരവസ്ഥ മൂലം വാഹനങ്ങൾ വാടക വിളിച്ചാൽ വരാൻ മടി കാണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. 4 മാസം മുമ്പ് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ 3 മാസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞതാണ്. ഇതുവരേക്കും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. റോഡ് മഴ പെയ്താൽ ഇതിൽ ഒരു കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റില്ല. ഭയങ്കര സ്പീഡിൽ വെള്ളം കുത്തിയൊഴുകി വരുന്നു. എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. വണ്ടി വിളിച്ചാൽ വരില്ല. ഇവിടെ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി വിളിച്ചാൽ പോലും ഇങ്ങോട്ട് ആരും വരില്ല. 1-2 തവണ അവിടെയുള്ള ആ കോൺക്രീറ്റിൽ വഴുതി വീണിട്ട് 2-3 സ്ത്രീകളുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ച് സൂചിപ്പിച്ച് പരാതിയൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഇതുവരേക്കും അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല. പ്രായമായവരെ വാഹനം വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പ്രദേശത്തെ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ഈ റോഡിലൂടെയാണ്. പലതവണ ഇവിടെ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റിയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. വെള്ളൂർ പ്രശാന്തി നഗർ വില്ലേജ് റോഡിൽ നിന്നുള്ള 2ാമത്തെ കോൺക്രീറ്റ് റോഡാണിത്. 4 വർഷം മുൻപ് വോട്ട് ലഭിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ റോഡിന്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ബാക്കിയുള്ള ഭാഗം മണ്ണും കുഴിയുമായി കിടക്കുകയാണ്. മഴക്കാലമായാൽ കുഴിയിൽ മുട്ടുവരെ വെള്ളമാണെന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ 10-ലധികം കുട്ടികൾ ഇവിടെ ഈ ഭാഗത്തുണ്ട്. അവർക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ശരിക്കും പറഞ്ഞൊരു വഞ്ചിയിടേണ്ട അവസ്ഥ പോലെയാണ്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളം പോലെ കെട്ടിക്കിടക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ വെള്ളം കെട്ടിക്കിടന്നിട്ടൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യകാര്യത്തിലൊക്കെ പിള്ളേരുടെ ആരോഗ്യകാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റോഡിന്റെ സമീപം കാനയില്ലാത്തത് മൂലം വെള്ളം റോഡിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം നൽകി വാങ്ങിയ റോഡ് പഞ്ചായത്തിന് വിട്ടു നൽകിയതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും തങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല. വാർഡ് മെമ്പർമാർ മാറി മാറി വന്നിട്ടും റോഡിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. പിന്നെ എൻ്റെ ഏട്ടൻ നടന്ന് കാല് കൂടുതലായിട്ടുണ്ട്. ഈ വഴിയൊന്ന് ശരിയാക്കി തരാനായിട്ട് ആരും വകവയ്ക്കണില്ല. ഇതൊരു മൈൻഡില്ല ആർക്കും. അവരുടെ ശ്രദ്ധ കൂടുതലാണ്, പഞ്ചായത്തുകാരുടെ ശ്രദ്ധ ഇത് കൂടുതലാണെന്ന് ഇത് തെളിവല്ലോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വഴി ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരണം. മാത്രമല്ല ഇവിടെ വഴിവിളക്കുകളും പ്രവർത്തനരഹിതമാണ്. എത്രയും പെട്ടെന്ന് കാന ഉൾപ്പെടെ നിർമ്മിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി 10ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കി തരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മീഡിയ ടൈം, മാള. കയ്പമംഗലം 9-ാം വാർഡിലെ തനുശ്രീ അംഗൻവാടിയിൽ 4 മാസത്തോളമായി കുടിവെള്ളമില്ല. 12ഓളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നാട്ടിക ഫർക്കി ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി. വർഷങ്ങൾക്ക് മുമ്പ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. കോൺക്രീറ്റ് കാന പൊളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതിയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പറിട്ട് നിർത്തുകയായിരുന്നു. പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ച് കൊടുക്കുകയും ചെയ്തു. എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ
ആഴ്ചയിൽ 400 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗനവാടി വർക്കർ സിന്ധു പറഞ്ഞു. 4 മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളം അടിക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 4-5 തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വെള്ളം വണ്ടി വരുമ്പോൾ 400 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ചു തരുന്നത്. അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാരെ കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത ചില ദിവസങ്ങൾ ഇന്നലെ ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു. വണ്ടി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഓട്ടത്തിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വണ്ടി വന്നത്. അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യും. കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് വന്നപ്പോൾ ഹെൽപ്പർ പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നു. അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ഇതിനായി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ BB ഷഫീഖ് എന്നിവർ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശക്തമായ മഴയിൽ മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ദേശീയപാതയിലെ കാന നിർമ്മാണത്തിലെ അപാകതയാണ് ഈ പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ പെയ്ത മഴയിൽ ദേശീയപാതയിലെ കാനയിൽ കൂടി വന്ന വെള്ളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇരച്ചു കയറുകയായിരുന്നു. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിട്ട് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. 2 ആഴ്ച മുൻപും ഇവിടെ സമാന രീതിയിൽ വെള്ളം കയറിയിരുന്നു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, മിനി ഡെന്നി, സതി സുധീർ, ചാലക്കുടി AEO നിഷ P, ചേർപ്പ് AEO സുനിൽകുമാർ MB, BRC കോർഡിനേറ്റർ അനൂപ് TR, LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ്, പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് VB, KSCB LSGD PWD എഞ്ചിനീയർമാർ, വിവിധ സ്കൂൾസ് പ്രിൻസിപ്പൽമാർ, പ്രധാന അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA MPTA പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ALPS അളഗപ്പ നഗർ, ഗവൺമെന്റ് LPS മറ്റത്തൂർ എന്നീ വിദ്യാലയങ്ങളിൽ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടങ്ങൾ ഉണ്ടെന്നും അവ ഉടൻ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ MNA നിർദ്ദേശിച്ചു. മറ്റത്തൂർ GLPSന് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും ALPS അളഗപ്പ നഗറിന് വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് ലഭ്യമാക്കിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അളഗപ്പ നഗർ LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പഠന സൗകര്യം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏർപ്പെടുത്തുവാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. വിവിധ സ്കൂളുകളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ, ദുരന്ത നിവാരണ വകുപ്പ്, സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഉൾക്കൊള്ളുന്ന ട്രീ കമ്മിറ്റി ഉടൻ ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അപകടകരമായ വൈദ്യുതി ലൈനുകൾ, പോസ്റ്ററുകൾ ഇവ മാറ്റുന്നതിന് പരിശോധന നടപടികൾ നടന്നു വരുന്നതായും വിദ്യാലയങ്ങളോട് ചേർന്ന ലൈനുകൾ കേബിളുകളാക്കി മാറ്റുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നതായും KSCB പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് റോഡിൽ ചരിഞ്ഞത്. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിനെ തുടർന്ന് ദിശ തെറ്റിയ ലോറി പ്രധാന റോഡ് വിട്ടിറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ടി വരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്ന് പരാതി വ്യാപകമാണ്. വൈകിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ലോറി പൊക്കി മാറ്റി.
അങ്കമാലി റോട്ടറി ക്ലബ്ബ്, അന്നമനട മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആന്റി നാർക്കോട്ടിക് വിമുക്തി ക്ലബിന്റെ സ്കൂൾ തല ഉദ്ഘാടനം മുൻ DGP ഋഷിരാജ് സിംഗ് നിർവഹിച്ചു. ലഹരിയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണമെങ്കിൽ 5 മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മേഖലയാണ്, 5 മേഖലകൾ ഏതൊക്കെയാണ്? കുട്ടികളുടെ ഒരു മേഖല. കേരളത്തിൽ 45 ലക്ഷം കുട്ടികളുണ്ട് 18 വയസ്സിൻ്റെ താഴെ. ഒരു മേഖല. രണ്ടാമത്തെ മേഖല ടീച്ചേഴ്സിൻ്റെ. മൂന്നാമത്തെ മേഖല നമ്മുടെ പാരൻസിൻ്റെ. നാലാമത്തെ മേഖല ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കുക. 5ാമത്തെ മേഖലയാണ് NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഈ റോട്ടറി ക്ലബ് പോലെ, ലയൺസ് ക്ലബ് പോലെ അവരെ എത്രത്തോളം അവർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിറോഷ് രാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MP ഹംസ, അധ്യാപിക TH ഫൗസിയ എന്നിവർ സംസാരിച്ചു. മാള അണ്ണലൂർ ജൂബിലി നഗർ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ഊട്ടുനേർച്ച തിരുനാളിന് കൊടിയേറി. അമ്പഴക്കാട് ഫൊറോന വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതിഞ്ഞ്, കുർബാന, സന്ദേശം, നൊവേന, നേർച്ചയൂട്ട് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 14 ശനിയാഴ്ച വിശുദ്ധ കുർബാന, സന്ദേശം എന്നിവയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ഫാദർ പോളി കണ്ണുകാടൻ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ പ്രസിദ്ധി വാഴ്ച, ഊട്ട് പ്രസിദ്ധി വാഴ്ച, പരിശുദ്ധ ദൈവമാതാവിന്റെ കൂട് തുറക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ എന്നിവ നടക്കും. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ പതാക വന്ദനം, ഊട്ടുനേർച്ച, തിരുനാൾ പാട്ടുകുർബാന, സന്ദേശം, പ്രദക്ഷിണം എന്നിവ നടക്കും. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന അഷ്ടമിച്ചിറ സ്വദേശിനിയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി 33 വയസ്സുള്ള ലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 അഷ്ടമിച്ചിറ പുളിയലക്കുന്നിന് സ്വദേശിനി അഷ്ടമിച്ചിറയിൽ നിന്നും മാള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ആവി മരിയ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ വടമ കിണർ സ്റ്റോപ്പ് എത്തിയപ്പോൾ പരാതിക്കാരിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇവർ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി KT, മുഹമ്മദ് ബാഷി, GSCPI അനീഷ്, CPOമാരായ അഖിലേഷ്, സിജോ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫിറ്റ്നസ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഹിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് സെക്രട്ടറി PV ഷാബു എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരകൗശല ഉൽപ്പന്ന നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായി. ശില്പി VK രാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പൽ KP ലിയോ, ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, അധ്യാപകരായ ടെസി M മൈക്കിൾ, B ബിജു, സംഗീത ചന്ദ്രൻ, ആൻസോണിയ സണ്ണി, ഹാൻഡിക്രാഫ്റ്റ് സെന്റർ അക്കൗണ്ടന്റ് KG വിനോദൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 3 ദിനങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനവും വിപണനവും മേളയുടെ ഭാഗമായി നടക്കും.
ചാലക്കുടി പുഴയിലെ അണക്കെട്ടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ നിറച്ചു നിർത്തുന്നതിൽ ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് പ്രതിഷേധം രേഖപ്പെടുത്തി. കനത്ത മഴയിൽ ജലജാഗ്രത സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചാലക്കുടി KSBL ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഷോളയാറിലും തമിഴ്നാടിന്റെ കൈവശമുള്ള പറമ്പിക്കുളം, തമിഴ്നാട് ഷോളയാർ അണക്കെട്ടുകളിലും പ്രളയ നിയന്ത്രണത്തിന് ഉതകുന്ന വിധത്തിൽ റൂൾ കർവ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, സിന്ധു ലോജു, സൂസി സുനിൽ, മേരി നളൻ, തോമസ് മാളിയേക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ്, ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ചാലക്കുടി ടൗൺ മസ്ജിദ് ഇമാം ഹുസൈൻ ബാഗവി, ഡോക്ടർ രാധാരമണൻ, പ്രൊഫസർ കുസുമം ജോസഫ്, കലാഭവൻ ജയൻ, അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി, ഡെന്നിസ് K ആന്റണി, PK കിട്ടൻ, ജയൻ ജോസഫ് പട്ടത്ത്, KB മുരളീധരൻ, ഇന്ദിര വാര്യർ, സുരേഷ് മുട്ടത്തി, ബിൻസി അരിക്കാടൻ, വിനീത ചോലയാർ, M മോഹൻദാസ്, SP രവി തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷം സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ നിയന്ത്രണത്തിന് അനുയോജ്യമായ ഡാം മാനേജ്മെന്റ് കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്നും നിയമ നടപടികളുടെ സാധ്യത തേടുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രതിഷേധ ധർണയുടെ ഭാഗമായി ജയൻ ജോസഫ് പട്ടത്ത് KSCB ഓഫീസിന് മുമ്പിൽ പ്ലക്കാർഡുമായി കുത്തിയിരിപ്പ് സമരം നടത്തി. വീരൻകുടി അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി നിഷേധിച്ച ചാലക്കുടി DFO നീതി പാലിക്കുക, മാരങ്കോട് അനുവദിച്ച ഭൂമി പതിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ആദിവാസി ക്ഷേമ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെനീഷ് P ജോസ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജീഷ്, അതിരപ്പള്ളി CPM ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിലെ UUC PK ഷിഫാനയ്ക്ക് കോളേജ് യൂണിറ്റ് കമ്മിറ്റി ആവേശോജ്വല സ്വീകരണം നൽകി. KKTM ഗവൺമെന്റ് കോളേജിൽ നിന്നും MSF പാനലിൽ UEC ആയി വിജയിച്ച PK ഷിഫാനയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി വിജയിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. MSF കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ ജന്ന അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന സെക്രട്ടറി SA അൻസിൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK നൌഷാദ്, ജനറൽ സെക്രട്ടറി PI നിസാർ, മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA ജലീൽ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് TA, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സിറാജ്, ഷാർജ KMCC നിയോജക മണ്ഡലം പ്രസിഡന്റ് നുഫൈൽ, പുത്തഞ്ചിറ മുസ്ലിം ലീഗ് നേതാക്കളായ AM അബ്ദുൽ ജബ്ബാർ, TM വാഹിദ് എന്നിവർ പങ്കെടുത്തു. MSF ജില്ലാ പ്രവർത്തന സമിതി അംഗം സുഫൈൽ നാട്ടിക, MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് അലി അക്ബർ, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ബാദുഷ, MSF കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൽമാൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തഞ്ചിറ പഞ്ചായത്തിലെ പ്രശാന്ത് നഗർ വില്ലേജ് റോഡ് കഴിഞ്ഞ 10 വർഷമായി തകർന്നു കിടക്കുകയാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. കയ്പമംഗലം കാക്കാതുരുത്തി അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് 4 മാസം. 12ഓളം കുട്ടികളുള്ള അംഗൻവാടിയിലാണ് ഈ ദുരവസ്ഥ. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചെരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.